എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്? പള്ളിയിലേക്ക്, ഗുരുദ്വാരയിലേക്ക്, മസ്ജിദിലേക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് വീട്ടിലിരുന്നും പ്രാർത്ഥിക്കാം. എന്നിട്ടും വീട്ടിൽ നിന്നും തയ്യാറായി വാഹനമോടിച്ച് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എല്ലാ ദിവസമോ പോകാൻ ശ്രമിക്കുന്നു. എന്തിനാണ് നമ്മൾ ആരാധനാലയത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതിയാവാത്തത്? എന്താണ് കാരണം? വൈബ്രേഷൻ വളരെ ഉയർന്നതാണ്. എന്താണ് ക്ഷേത്രത്തിൻ്റെ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നത്? എന്താണ് ആ സ്ഥലത്തിൻ്റെ വൈബ്രേഷൻ്റെ കാരണം? ആരാണ് അവിടെ ഇങ്ങനൊരു വൈബ്രേഷൻ സൃഷ്ടിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ആ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നത്? നമ്മൾ അവിടെയുള്ളപ്പോൾ ശരിയായ ചിന്തകൾ സൃഷ്ടിക്കുന്നു. പിന്നെന്ത് സംഭവിക്കും? നമ്മൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് തിരികെ പോകും. അതോടെ ചിന്തകൾ മാറുന്നു. ചിന്തകൾ മാറുമ്പോൾ വൈബ്രേഷൻസും മാറും. വീട്ടിലെ വൈബ്രേഷനും മാറും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ചിന്തകൾ വീണ്ടും മാറുന്നു, വൈബ്രേഷനും മാറുന്നു. വൈകിട്ട് അവിടെ നിന്നും ഇറങ്ങി മോളിൽ, റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് പോകുന്നു, ചിന്തകളിൽ വീണ്ടും മാറ്റം. ചിന്തകൾക്ക് മാറ്റം വരുമ്പോൾ വൈബ്രേഷനിലും മാറ്റം വരും. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ വൈബ്രേഷൻ ആരാണ് സൃഷ്ടിക്കുന്നത്? നമ്മുടെ മനസ്സാണത് ചെയ്യുന്നത്. നമ്മുടെ വീടോ ലോകം തന്നെയോ ക്ഷേത്ര സമാനമാക്കി മാറ്റാൻ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ: നമ്മുടെ സങ്കല്പങ്ങളിൽ ശ്രദ്ധിക്കുക. കാരണം അതാണ് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം കൂടെയുണ്ടാകുന്നതും സഞ്ചരിക്കുന്നതും. നമ്മുടെ മനസ്സ്, നമ്മുടെ ഊർജം, നമ്മുടെ വൈബ്രേഷൻസ്. സ്ഥലവും സ്ഥാനവും അനുസരിച്ച് അത് മാറ്റേണ്ട ആവശ്യമില്ല. അതെൻ്റെ ഊർജമാണ്, എൻ്റെ വൈബ്രേഷൻസാണ്. നമ്മൾ ഈ ഭാഗത്തിരിക്കുന്നു. നമ്മുടെ തൊട്ടുമുന്നിൽ മറ്റൊരു ഛായാചിത്രമുണ്ട്. പക്ഷെ അത് വളരെ ഡിവൈനാണ്. ഡിവൈൻ. അതിനാലാണ് അവരെ മനുഷ്യരെന്ന് വിളിക്കാത്തത്. അവരെ ദേവതകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ദേവീ ദേവതമാർ. പക്ഷെ ഫിസിക്കലി അവരും നമ്മളെപ്പോലെയാണ്. ശരിയല്ലേ? നമ്മളെപ്പോലെയല്ലേ? ഒരു തല, 2 കൈകൾ, 2 കാലുകൾ നമ്മളെപ്പോലെ നിൽക്കുന്നു. പിന്നെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ, ആ മൂർത്തിയിലേക്കൊന്ന് നോക്കൂ. ദേവീ ദേവതകളുടെയോ പ്രവാചകന്മാരുടെയോ ചിത്രങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത ഓറ കാണിക്കുന്നുണ്ട്. അതിൽ ഒരു വെളുത്ത പ്രകാശവലയം കാണിക്കുന്നു. എന്തിനാണ് അവരെ വെളുത്ത പ്രഭാവലയത്തോടുകൂടി കാണിച്ചിരിക്കുന്നത്? വിച്ച് മീൻസ് അവരുടെ ഉള്ളിൽ എല്ലാം പ്യോറാണ്. പ്യോർ. അവരുടെ ലക്ഷ്യം, ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റം എല്ലാം വളരെ ശുദ്ധമാണ്. നമ്മളും ഇതുപോലൊരു ഊർജ്ജവലയം വഹിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒരു ഊർജ്ജവലയമുണ്ട്, അല്ലേ? എപ്രകാരമാണോ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ, നമ്മുടെ ഓറയും അതുപോലെയായിരിക്കും. ഡിവൈൻ സോൾസ്, ദിവ്യാത്മാക്കളുടെ ഓരോ ചിന്തയും ദിവ്യമായിരുന്നു. ഡിവിനിറ്റി വല്ലപ്പോഴും മാത്രമല്ല, അവരുടെ വ്യക്തിത്വം തന്നെ ദൈവികമായിരുന്നു. അതുകൊണ്ടാണവർ നമ്മളിൽ നിന്നും ഉയർന്ന തലത്തിലിരിക്കുന്നത്. അവർ ആരാണെന്നതും അവരുടെ നേട്ടങ്ങളും നമ്മളെക്കാൾ ഉയർന്നിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി അവരെ ആരാധിക്കുക എന്നതാണ്. സപ്പോസ് നിങ്ങളൊരു രക്ഷിതാവാണ്. നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്. കുട്ടി എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കൈകൾ കൂപ്പി നിങ്ങളെ സ്തുതിക്കുന്നു. നിങ്ങൾ നല്ലൊരു അമ്മയാണ്, നല്ല വ്യക്തിത്വമാണ്, ഏറ്റവും മികച്ച വ്യക്തിയാണ്. പക്ഷെ ഞാനൊന്നുമല്ല, ഞാൻ യൂസ്ലെസ് ആണ്, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല. നിങ്ങളുടെ കുട്ടിയെ ഇതുപോലെ പറയാൻ നിങ്ങൾ എത്ര സമയം അനുവദിക്കും? ഓരോ ദിവസവും നിങ്ങളെ പ്രശംസിച്ച് സ്വയം വിമർശിക്കുന്നു. നിങ്ങൾ വളരെ ഉയർന്നതാണ്, ഞാനൊന്നുമല്ല. കുട്ടി ദിവസവും രക്ഷിതാവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ
അത് ഓക്കെയാണോ? എന്തുകൊണ്ട്? കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഫാക്റ്റാണ്. കുട്ടി വിശ്വസിക്കുന്നു നിങ്ങൾ വളരെ ഉയരത്തിലും കുട്ടി താഴെയുമാണ്. ദിവസവും നിങ്ങളോട് കുട്ടി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കുട്ടിയോട് എന്താണ് പറയുക? നിനക്കും ആ ഗുണങ്ങളുണ്ട്, നീയും ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ കുട്ടിയോട് പറയില്ലേ? എന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും മാത്രമല്ല, നീയും ഇങ്ങനെയാവണം. വെരി ഗുഡ്. അവരും നമ്മളോട് ഇതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? 20, 30, 50 വർഷമായി കൈകൾ കൂപ്പി നിന്ന് പറയുകയാണ്, ദൈവമേ അങ്ങ് ഉയർന്നതാണ്, ഞാനാകട്ടെ ഒന്നുമല്ല. ഇതാണോ ആരാധനയുടെ ഉദ്ദേശം? ദേവതകളെ നോക്കൂ, അവരെ ആരാധിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അവരെ പോലെയാകുന്നതിന് പ്രചോദനം നൽകുന്നതിനാണ്. ഈ ഒരു രംഗം വിഷ്വലൈസ് ചെയ്യൂ. നമ്മൾ ഓരോരുത്തരും അവരുടെ അടുത്തേക്ക് നടന്നു കയറുന്നു. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ മിസ്റ്റേക്സ്, അങ്ങനെ ശരിയല്ലാത്ത ധാരാളം കുറവുകൾ കൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അവരാകട്ടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളെ അനുസരിച്ച് മാറുന്നില്ല. കൂടുതൽ പ്രസാദം അർപ്പിക്കുന്ന ആൾക്ക് കൂടുതൽ കൊടുക്കുക, അങ്ങനെയും ചെയ്യുന്നില്ല. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടോ? അവരങ്ങനെ ചെയ്യുന്നില്ല. കൊടുക്കുന്നത് നമ്മളെ ആശ്രയിച്ചല്ല, നൽകുന്നത് അവരെ മാത്രം ആശ്രയിച്ചാണ്. ജീവിതം മാറുകയാണ്. ഇപ്പോൾ നോക്കൂ, സ്നേഹം നൽകുക, ആദരവ് നൽകുക, പോസിറ്റിവിറ്റി നൽകുക, എല്ലാവർക്കും നൽകുക, എപ്പോഴും നൽകുക. അവരെങ്ങനെയാണോ, അവരാരാണെന്നതോ എന്താണ് ചെയ്യുന്നതെന്നോ എനിക്കെന്താണ് നൽകുന്നതെന്നോ നോക്കാതെ. ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നവരായി മാറിയിരിക്കുകയാണ്. ആവശ്യക്കാർ. ദേവതകൾ പറയുന്നു ഞങ്ങൾ സ്നേഹം നൽകുന്നു, നമ്മൾ പറയുന്നു എനിക്ക് സ്നേഹം വേണം. അവർ പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ആദരവ് നൽകുന്നു, നമ്മൾ പറയുന്നു എനിക്ക് ആദരവ് വേണം. ഓൺലി വൺ ഷിഫ്റ്റ്. ഒരു സാധാരണ മനുഷ്യനെ ദേവതയിലേക്ക് മാറ്റാൻ ഓൺലി വൺ ഷിഫ്റ്റ്. നൽകുന്നതിൻ്റെ ഊർജം, ആവശ്യപ്പെടുന്നതിൻ്റെ ഊർജമല്ല. എടുക്കുന്നു, ആഗ്രഹിക്കുന്നു, ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, തട്ടിയെടുക്കുന്നു. ഇപ്പോൾ ചോദിക്കുകയും എടുക്കുകയുമല്ല, മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുക്കുകയാണ്. നമ്മളൊരു ചക്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാവിലെ ഉണ്ടായിരുന്ന അതേ ആളുകൾ ഉച്ചയ്ക്കുമുണ്ടാകും, വൈകുന്നേരവും ഉണ്ടാകും, രാത്രിയുമുണ്ടാകും. പക്ഷെ രാവിലെയും രാത്രിയും അതേ ആളുകളിലുണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും? രാവിലെ നമ്മൾ വളരെ ഫ്രഷാണ്, എനർജറ്റിക്, ഊർജ്ജസ്വലർ. പക്ഷെ വൈകുന്നേരമാകുമ്പോൾ ടയേർഡാകും, ചെളി പുരണ്ട്, വിയർത്ത്. അതേ ആളുകൾ രാവിലെ എനർജറ്റിക്, രാത്രി ടയേർഡായി, ചെളി പുരണ്ട്. ചെളി പുരണ്ടുക അർത്ഥം ശാരീരികമായ അഴുക്ക്. കുറച്ച് വിശ്രമിച്ച ശേഷം രാവിലെ കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് അതേ ആളുകൾ വീണ്ടും ഫ്രഷായി, എനർജറ്റിക്കായി. ഇതൊരു സൈക്കിളാണ്. രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി. ദിവസവും 24 മണിക്കൂറുള്ള ചക്രം. ഇതുപോലെ വേറെ വലിയൊരു ചക്രമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പ്രഭാതം, പിന്നെ പ്രപഞ്ചത്തിൻ്റെ മധ്യാഹ്നം, പിന്നെ സായാഹ്നം. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രാത്രിയാണ്. ഒന്ന് വിഷ്വലൈസ് ചെയ്യൂ. ലോകത്തിൻ്റെ പ്രഭാതം എങ്ങനെയായിരിക്കും? ലോകത്തിൻ്റെ രാത്രി നമ്മൾ കാണുന്നുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഫിസിക്കൽ അല്ല, ഇനിയുണ്ടാകുന്നത് സോൾ പവറാണ്. അപ്പോൾ ലോകത്തിൻ്റെ പ്രഭാതം എങ്ങനെയുണ്ടാകും? ഓക്കെ, ലോകത്തിൻ്റെ രാത്രി എങ്ങനെയാണ്? ലോകത്തിൻ്റെ രാത്രി ഇരുണ്ടത്. ഇരുണ്ടത് എന്നാൽ സ്പിരിച്വൽ മൂല്യങ്ങൾ കുറഞ്ഞ്, ഇന്നർ പവറില്ലാതെ. സ്പിരിച്വലി വീക്കാവുമ്പോൾ ശാരീരിക ആരോഗ്യവും ബാധിക്കപ്പെടും. നമ്മുടെ ആരോഗ്യവും നല്ലതല്ല.
സ്പിരിച്വലി വീക്കായതുകൊണ്ട് പരിസ്ഥിതിയും ബാധിക്കപ്പെടും. സ്പിരിച്വലി വീക്കായതുകൊണ്ട് ബന്ധങ്ങളും ബാധിക്കപ്പെടും. അങ്ങനെ എല്ലാം തന്നെ അഫക്റ്റഡ് ആവുന്നു. കാരണം ആത്മാവ് ക്ഷീണിച്ചിരിക്കുന്നു. ഇത് ലോകത്തിൻ്റെ രാത്രിയാണ്. ലോകത്തിൻ്റെ പ്രഭാതം എങ്ങനെയായിരിക്കും? ലോകത്തിൻ്റെ പ്രഭാതം എങ്ങനെയായിരിക്കും? ആത്മാവ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ആത്മാവ് ഇങ്ങനെയാണ്. ഒരു ബാറ്ററിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി ഇപ്പോൾ 10%. ലോകത്തിൻ്റെ പ്രഭാതത്തിൽ എങ്ങനെയുണ്ടാകും? ബാറ്ററി 100% ആയിരിക്കും. വെരി ഗുഡ്. ബാറ്ററി 100% ആയിരിക്കും. പവിത്രത, സ്നേഹം നാച്ചുറലി ഉണ്ടാകും. ആ സമയത്ത് ശരീരം എങ്ങനെയായിരിക്കും? 100% പെർഫെക്റ്റ്. പ്രകൃതി എങ്ങനെയായിരിക്കും? കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവുമോ? ഇല്ല. പ്രകൃതിയും കാലാവസ്ഥയും ആത്മാവിനോടൊപ്പം പൊരുത്തപ്പെട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പ്രകൃതി ആളുകളെ സേവിക്കും. ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും? ലോകത്തിൻ്റെ പ്രഭാതത്തിലുള്ള ആത്മാവ് 100% പ്യുവറാണ്. പിന്നെ ലോകത്തിൻ്റെ മധ്യാഹ്നം, പിന്നെ ലോകത്തിൻ്റെ സായാഹ്നം, പിന്നെ ലോകത്തിൻ്റെ രാത്രി. ലോകത്തിൻ്റെ രാത്രി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്. ഇനി രാത്രിക്ക് ശേഷം എന്താണ് ഉണ്ടാകുന്നത്? വീണ്ടും പ്രഭാതം. നിങ്ങൾക്ക് ഉറപ്പാണോ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ ലോകത്തിൻ്റെ രാത്രിയിൽ 10%. അടുത്ത ഘട്ടം വരാനുള്ളത് ലോകത്തിൻ്റെ പ്രഭാതമാണ്. ലോകത്തിൻ്റെ പ്രഭാതത്തിൽ 100% 24 മണിക്കൂറിൻ്റെ ചക്രത്തിലുള്ള അതേ ആളുകൾ രാവിലെയുമുണ്ട് രാത്രിയിലുമുണ്ട്. സ്വയം എനർജറ്റിക്കായി വീണ്ടും പ്രഭാതത്തിലുണ്ടാകുന്നു. പ്രപഞ്ചത്തിൻ്റെ ചക്രത്തിലേക്ക് വരുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ പ്രഭാതത്തിലും അതേ ആളുകൾ തന്നെയാണ്. ആ ആളുകൾ ഇന്നെവിടെയാണ്? പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം, രാത്രി. പ്രപഞ്ചത്തിൻ്റെ പ്രഭാതത്തിൽ കുറേ ആത്മാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഡിവൈൻ സോൾസ്, പെർഫെക്റ്റ് ബോഡി. പ്രകൃതിയും ഐക്യത്തിൽ. ആ ലോകത്തെ സത്യുഗം എന്നാണ് പറയുന്നത്. ഗോൾഡൻ ഏജ്. സത്യയുഗം, ഗോൾഡൻ ഏജ്. പിന്നെ വന്നത് ത്രേതായുഗം, ആഫ്റ്റർനൂൺ, സിൽവർ ഏജ്. പിന്നീട് ദ്വാപരയുഗം, ഈവനിങ്. പിന്നെ വരുന്നത് കലിയുഗം, അയൺ ഏജ്, ലോകത്തിൻ്റെ രാത്രി. അപ്പോൾ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗത്തിന് ശേഷം എന്തുവരും? വീണ്ടും സത്യയുഗം. സംശയമുണ്ടോ? ഇല്ല. സത്യയുഗത്തിലുണ്ടായിരുന്ന ആളുകൾ, അതായത് ലോകത്തിൻ്റെ പ്രഭാതത്തിലുണ്ടായിരുന്നവർ, ഇന്നെവിടെയാണുള്ളത്? അതേ ആളുകൾ രാവിലെ, അതേ ആളുകൾ ഉച്ചയ്ക്ക്, അതേ ആളുകൾ രാത്രി. ആരാണോ രാത്രിയിൽ ക്ഷീണിതരായിരുന്നത്, അടുത്ത ദിവസം രാവിലെ ഫ്രഷ്. ആരെല്ലാമാണോ ലോകത്തിൻ്റെ സത്യുഗത്തിലുണ്ടായിരുന്നത്, ലോകത്തിൻ്റെ പ്രഭാതത്തിലുണ്ടായിരുന്നവർ, ഇന്നവരെവിടെയാണ്? ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ലോകത്തിൻ്റെ പ്രഭാതത്തിലുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഇവിടെയുണ്ട്. കൈകൾ ഉയർത്തു. മറ്റുള്ളവരുടെ കൈ നോക്കണ്ട, സ്വയം നോക്കൂ. സ്വയത്തോട് ചോദിക്കൂ, രാത്രിയിലുണ്ടായിരുന്നുവെങ്കിൽ രാവിലെയും ഉണ്ടാവണം. പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ലോകത്തിൻ്റെ സത്യുഗത്തിലുണ്ടായിരുന്നു എന്ന്? ഷുവർ. അവർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? അവർ ആരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്? അവർ സത്യയുഗത്തെ, ലോകത്തിൻ്റെ പ്രഭാതത്തെ പ്രതിനിധീകരിക്കുന്നു. അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്യൂരിറ്റി, ദിവ്യത, സ്നേഹം, പെർഫെക്റ്റ് ബോഡി. അറിയാമോ, ദേവതകൾക്ക് പെർഫെക്റ്റ് ബോഡിയാണ്. ദേവീ ദേവതമാരുടെ വിഗ്രഹങ്ങൾ അംഗഭംഗം വന്നാൽ പ്രതിഷ്ഠിക്കപ്പെടാറില്ല. അതായത് വിഗ്രഹത്തിൽ എന്തെങ്കിലും ചെറിയ ക്ഷതമേറ്റാൽ പോലും അമ്പലത്തിൽ പ്രതിഷ്ഠിക്കില്ല. ബോഡി പെർഫെക്റ്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് ബോഡി പെർഫെക്റ്റ് ആയിരിക്കേണ്ടത്? കാരണം സത്യയുഗത്തിൽ ബോഡി പെർഫെക്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് ബോഡി പെർഫെക്റ്റ് ആയത്?
ആത്മാവ് പെർഫെക്റ്റ് ആയിരുന്നു. കലിയുഗത്തിൽ എന്ത് സംഭവിച്ചു? ആത്മാവിന് മരുന്ന് കഴിക്കാത്ത ആരും തന്നെ ഇപ്പോഴില്ല. അതായത് ശരീരവും പെർഫെക്റ്റ് ആയിരുന്നത് ഷിഫ്റ്റായി എങ്ങനെ മാറി? പ്രകൃതിയിലും നമുക്കറിയാം പ്രകൃതി ഇപ്പോൾ എങ്ങനെയാണെന്ന്. ഇതുപോലൊരു ചൂട് മുൻപ് എപ്പോഴും അനുഭവപ്പെട്ടിട്ടേയില്ല. മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ്. ഇപ്പോൾ ആരെയാണോ നമ്മൾ പൂജിക്കുന്നത് അവർ നമ്മളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ഫ്രഷായ എനർജറ്റിക്കായ ഡിവൈൻ പ്യൂർ രൂപത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നിങ്ങൾക്കതേക്കുറിച്ച് വ്യക്തതയുണ്ടായാൽ ഇനി അവരെ പൂജിക്കുക മാത്രമല്ല ചെയ്യുക, അവരെ പോലെയായി മാറാനുള്ള ഉയർന്ന ലക്ഷ്യം വയ്ക്കുക കൂടിയാണ്. ഞാൻ ഇതായിരുന്നു, വീണ്ടും ഇതുപോലെ ആയിത്തീരും. കാരണം ഇതാണ്. കാരണം ഇവർ എൻ്റെ പ്രഭാത കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. രാവിലെ നിങ്ങളുടെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തുവെന്ന് കരുതൂ. അതിൽ കാണുക വളരെ ഫ്രഷായ എനർജറ്റിക്കായ വൃത്തിയുള്ള മുഖമാണ്. അതേ ഫോട്ടോ രാത്രിയിൽ കണ്ടാൽ തോന്നും വളരെ ബ്യൂട്ടിഫുൾ. ആ ഫോട്ടോ നോക്കി പറയും എത്ര മനോഹരമാണ്. ഞാൻ അങ്ങനെയല്ല. പിന്നീട് ആ മനോഹരമായ ചിത്രം ജീവിതകാലം മുഴുവൻ ആരാധിക്കും. മറന്നുപോകുന്നു ഇതെൻ്റെ തന്നെ മുഖമാണെന്ന്. എൻ്റെ തന്നെ പ്രഭാതത്തിലുള്ള മുഖമാണ്. എനിക്കതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. വീണ്ടും അങ്ങനെയായി മാറാനുള്ള പൊട്ടൻഷ്യലുണ്ട്. എല്ലാം പെർഫെക്റ്റായൊരു വീട് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശരിയാക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അതാണ് കലിയുഗം. കലിയുഗമർത്ഥം എവിടെ കലഹമുണ്ടോ, ദുഃഖം, അശാന്തി, വേദന, അസുഖം, അതാണ് കലിയുഗം. സത്യുഗമർത്ഥം സത്യത്തിൻ്റെ യുഗം, സത്യതയുടെ കാലം. ആളുകൾ പറയുന്നു ലോകം മാറണമെന്ന്, പുതിയൊരു യുഗം വരണമെന്ന്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് മാറ്റം വരണമെന്ന്. പക്ഷെ മാറ്റം ആരാണ് സൃഷ്ടിക്കുന്നത്? നമ്മൾ മാറ്റം സൃഷ്ടിക്കും. നമ്മൾ എങ്ങനെയാണ് മാറ്റമുണ്ടാക്കുന്നത്? 10% ബാറ്ററി 10 നിന്ന് 100% ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ മാറ്റമുണ്ടാക്കുന്നത്.